ഒരു ഗാനം മാത്രം, ഒരു ഗാനം മാത്രം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ശരിയല്ലേ? പ്രവാസികളായ എല്ലാ മലയാളിയുടെയും മനസ്സ് ഈ വരികൾ മന്ത്രിക്കുന്നുണ്ടാവണം. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കേരളത്തെക്കുറിച്ച് ഒറ്റ വരിയിൽ ഇത്രയും മനോഹരമായി നാടൻ വാക്കുകളുടെ പ്രയോഗ സമൃദ്ധി കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നൊരു പാട്ട് വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ കേട്ടാൽ പോലും ഒരു ഗ്രഹാതുരത്വം ഉണർന്നു വരുന്നൊരു പാട്ടാണ് ഇത്. 1970 പുറത്തിറങ്ങിയ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലേതാണ് ഈ പാട്ട്. പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രസിദ്ധനായ നാടകകൃത്ത് KT മുഹമ്മദാണ്. ആ വർഷത്തെ ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ഈ ചിത്രം കരസ്ഥമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, മികച്ച മലയാള ചിത്രത്തിനുള്ള 2ാം അവാർഡും ഈ ചിത്രത്തിനായിരുന്നു ലഭിച്ചത്. ഇതിലെ അഭിനയത്തിന് നമ്മുടെ പ്രിയ അഭിനേത്രി ഫിലോമിനയ്ക്ക് സംസ്ഥാന അവാർഡ്, സഹനടിക്കുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു. സൂക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. വേഗം വരണമെന്ന് പറഞ്ഞു ഓന് കത്തയച്ചത് കിട്ടിയില്ലേ? കിട്ടി. ഇന്നും ഒന്ന് കണ്ടിരിക്കേണ്ട ചിത്രം എന്ന് പറയാവുന്ന ഒന്നാണത്. ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകൾക്ക് K. രാഘവൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ചിരിക്കുന്നു. ഈ പാട്ട് യേശുദാസാണ് ആലപിച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ട് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ രഘുനാഥ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് ഒരു പക്ഷേ അങ്ങനെയായിരുന്നിരിക്കും അദ്ദേഹം പേര് വെച്ചിരുന്നത്. വളരെ പ്രസിദ്ധമായ ഈ പാട്ട് കേരളത്തിന് പുറത്ത് എവിടെ ജോലിക്ക് വേണ്ടി പോകുന്നവർ അവരുടെ മനസ്സിൽ ഈ പാട്ട് ഒരിക്കലെങ്കിലും മൂളിയിട്ടുണ്ടാവാം. തുറക്കാത്ത വാതിൽ എന്ന ഈ ചിത്രം ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു ദേശീയ ഉദ്ഗ്രഥനം, മത സൗഹാർദ്ദത്തിന് വിശേഷപ്പെട്ട ചിത്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിലെ നായകൻ പ്രേം നസീർ ബാപ്പു എന്ന കഥാപാത്രമാണ്. അയൽപക്കത്തെ സുലേഖയുമായി അയാൾ പ്രണയത്തിലുമാണ്. ബാപ്പു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, അക്ഷരാഭ്യാസം ഇല്ല, എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, ഒരു പാവമാണ്, ജോലിയും ഒന്നുമില്ല. പക്ഷെ പെങ്ങളും ഉമ്മായും ഉണ്ട്. ആ കുടുംബം പുലർത്തേണ്ട ചുമതല ബാപ്പുവിനാണ്. പക്ഷേ ബാപ്പു ഇങ്ങനെ നാട്ടിൽ വെറുതെ നടക്കുന്നു, കളിക്കൂട്ടുകാരനുമൊത്ത് രസിച്ച് കളിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ ജീവിത ഉപാധിക്കുള്ള മാർഗമൊന്നുമില്ല. പക്ഷെ സുലേഖയെ വിവാഹം കഴിക്കണമെങ്കിൽ അതിനു മുമ്പ് പെങ്ങളെ വിവാഹം കഴിച്ചയക്കണം, അതിന് പണമുണ്ടാവണം. സുലേഖയുടെ ബാപ്പയും കൂടി നിർബന്ധിച്ച് അദ്ദേഹം ഒരു എഴുത്ത് കൊടുത്ത് വിട്ട് മദ്രാസിലേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് എഴുത്ത് കൊടുത്തു വിട്ടു. അവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്ന് ഒരു ബനിയൻ കച്ചവടമൊക്കെ ആയിട്ട് മദ്രാസിയിൽ കഴിയുകയാണ് ബാപ്പു. അങ്ങനെ ഒരു ദിവസം വഴിയിൽ ബോധമറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ കൂടെ താമസിപ്പിച്ചു. വാസു എന്നാണ് അയാളുടെ പേര്. വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്താണ്. ആ സുഹൃത്തുമായി നാട്ടിലേക്ക് വലിയ പെരുന്നാൾ വരുമ്പോൾ പോകണം, അതിനുവേണ്ടി കുറേ ആഭരണങ്ങളും വളകളും, സഹോദരിക്കുള്ളതും സുലേഖയ്ക്കുള്ളതുമായ ആഭരണങ്ങൾ ഒക്കെ വാങ്ങി എല്ലാം കൊണ്ട് വരുമ്പോൾ ഉണ്ടായ ഒരു അപകടത്തിൽപ്പെട്ട അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി ഇരുന്ന് പാടുന്ന ഒരു പാട്ടാണ് ഇത്. അതിന് ശേഷമാണ് ഈ മരണമൊക്കെ സംഭവിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള പാട്ട്. നമ്മളും പ്രതീക്ഷയോടെ ബാപ്പു സുഖമായി കുറച്ച് പണവുമൊക്കെയായി നാട്ടിൽ പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി
പെരുന്നാളിനോടനുബന്ധിച്ച് പോവുകയാണല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഈ ദുരന്തം വന്നു കയറുന്നത്. ഈ പാട്ട് പാടുമ്പോൾ കൂടെ താമസിക്കുന്ന സുഹൃത്ത് വാസു ഒരു ബുൾബുൾ വായിക്കുന്നു. ബുൾബുൾ എന്ന സംഗീത ഉപകരണം വളരെ മുമ്പ് കാലത്ത് നമ്മളിവിടെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. പിന്നീട് അത് അധികം പ്രചാരത്തിലില്ലാതെയായി തീർന്നു. രസകരമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് അത്. അങ്ങനെ വായിച്ചു പാടുന്ന പാട്ടാണ്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. 2 കുട്ടികളാണ് ഇത് പാടുന്നത്. വരും തലമുറയ്ക്കും കേരളത്തിനെ കുറിച്ചുള്ള ഈ ഗ്രഹാതുരത്വം ഉണ്ടാവണ്ടേ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു 4 കലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട് എന്ന് കേരളത്തെ പറയാറുണ്ട്. എവിടെ തിരിഞ്ഞു നോക്കിയാലും തെങ്ങാണല്ലോ കാണുക. അതുമാത്രമല്ല, നാളികേരത്തിൻ്റെ ഒരു ശുദ്ധിയുണ്ട്. അത്രയും തെളിഞ്ഞ വെള്ളം, കരിക്കും വെള്ളം പോലെ വേറൊന്നുമില്ലല്ലോ. അതിലൊരു നൈർമല്യമുണ്ട്. അങ്ങനെയുള്ളൊരു നാടാണ് കേരളം. അവിടെ എനിക്കൊരിത്തിരി മണ്ണുണ്ട്, ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത്ര. അതിനാണ് നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നുള്ള പ്രയോഗം. ഇതിൽ പരം നാടോടി പദപ്രയോഗം വേറെ കിട്ടാനില്ലല്ലോ. നാഴി ഇടങ്ങഴി മണ്ണുണ്ടെന്ന് വെച്ചാൽ ചെറിയ നാഴി ഇടങ്ങഴി അങ്ങനെ അളന്നു കൂട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല. ഒരൽപ്പം, ഒരു ഉരി മണ്ണുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ കേരളീയമായ ഗ്രാമീണ പ്രയോഗത്തിൻ്റെ സൗന്ദര്യമാണ് അതിൽ കാണുന്നത്. കാരണമുണ്ട്. ബാപ്പു അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണ്, സാഹിത്യവാസനയൊന്നും ഇല്ലാത്തവനാണ്. അയാളുടെ മനസ്സിൽ കയറിയിരുന്ന് ഭാസ്കരൻ മാഷ് പാട്ടെഴുതുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസത്തിനും അയാളുടെ വായിൽ കൊള്ളുന്ന വാക്കു വേണ്ടേ പറയുക. അപ്പോൾ അത് സുന്ദരമായി പറഞ്ഞിരിക്കുന്നു. അതിൽ നാരായണക്കിളിക്കൂട് പോലുള്ളൊരു 4 കാല ഓലപ്പുരയുണ്ട്. അത്ര സുന്ദര ലളിതമായിട്ട് എങ്ങനെ പറയും. ഒരു 4 കാല ഓലപ്പുര, അത്രേ ഉള്ളൂ. ഒരു ചെറിയ കുടിലെനിക്കുണ്ട് എന്ന് പറയുന്നു. അതിൽ നാരായണക്കിളിക്കൂട്. നാരായണക്കിളിൻ്റെ കിളിയുണ്ടോ അറിയില്ല, ഓരോ നാട്ടിലും ഓരോ പേരല്ലേ നിങ്ങൾക്ക് പറയാം. ചെറിയ കുരുവിക്കൂടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കവികൾ മനോഹരമായി കള്ളം പറയാൻ അറിയുന്നവരുമാണല്ലോ. കവികൾ പറയുന്ന കള്ളത്തിരത്തിന് ഒരു ഭംഗിയുണ്ട്, ഒരു കവിത്വമുണ്ട് ഇല്ലേ. അങ്ങനെ നാരായണ കിളിക്കൂട് പോലെ, ഒരു ചെറിയ കിളിക്കൂട് പോലെ ഉള്ള ഒരു 4 കാല ഓലപ്പുരയും എനിക്കവിടെയുണ്ട് എന്ന് ഈ ബാപ്പു പറയുകയാണ്. ഈ വാസുവിനോട്, സുഹൃത്തിനോട് തൻ്റെ നാട്ടിലെ ആ അവസ്ഥയുടെ ഈ യാഥാർത്ഥ്യം പറയുകയാണ്. യാഥാർത്ഥ്യം പറയുന്നതിന് പോലുമുണ്ട് അതിനേക്കാൾ എളിമയോടുകൂടി പറയാനൊക്കില്ലല്ലോ. അത്ര ശുദ്ധമായ മലയാളത്തിൽ, നാടൻ പ്രയോഗത്തിൽ അത് പറയുന്നു. അത് ഈ പാട്ടിലുടനീളം കാണാം. അത് ബാപ്പുവിൻ്റെ മനസ്സാണ്. ശുദ്ധമായ ഗ്രാമീണൻ്റെ കറകളഞ്ഞ വാക്കുകൾ. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടൂളി കണ്ണുള്ള പെണ്ണുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ നാട്ടിൽ നോമ്പ് നോറ്റെന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എൻ്റെ പ്രിയതമയുണ്ട്, എൻ്റെ കാമുകയാണ്. അവൾ നോമ്പ് നോറ്റിരിക്കുകയാണ്, വ്രതമെടുത്തിരിക്കുകയാണ്. എന്തിന്? ഞാൻ വരാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടി എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന വാഴക്കൂമ്പ് പോലുള്ള ഒരു പെണ്ണുണ്ട്. ആ വാഴക്കൂമ്പ് പോലെ എന്ന് പറയുന്നതിൽ ഒരിക്കലും അതിൻ്റെ ആകൃതിയോ അതിൻ്റെ ഭംഗിയോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു നിഷ്കളങ്കതയും ഒരു നാടൻ ബിംബത്തിൻ്റെ സൗന്ദര്യമാണ്. വാഴക്കൂമ്പ് പോലെ നിഷ്കളങ്കമായ ഒരു സൗന്ദര്യ ബിംബത്തെ ആണ് തൻ്റെ കാമുകിയെ സൂചിപ്പിക്കുവാൻ ഇവിടെ ബാപ്പു ഉപയോഗിക്കുന്നത്. അവൻ്റെ വായിൽ, അവൻ്റെ ചിന്തയിൽ ഇതിൽ കവിഞ്ഞൊരു നിഷ്കളങ്ക ഗ്രാമീണ ചിത്രം വേറെയില്ല. അങ്ങനെ വാഴക്കൂമ്പ് പോലെയുള്ള ഒരു പെണ്ണെന്നെ കാത്തിരിക്കാനുണ്ട് എന്ന് മാത്രമല്ല, ഇനിയും വരുന്നു ആ നാടോടി കൽപ്പനകൾ. ചാമ്പയ്ക്ക ചുണ്ട്, ചുവന്ന ചുണ്ടെന്ന് പറയുന്നത് പോലെ അല്ലല്ലോ.
ചാമ്പയ്ക്ക ചുണ്ട് പോലെ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയും കടിച്ചാലുള്ളൊരു മധുരവും അതിൻ്റെ ഇനിമയും ഒക്കെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന നിറമുള്ള കവിളാണ് അവൾക്കുള്ളത്. അങ്ങനെയുള്ള ചാട്ടുളി കണ്ണുണ്ട്, അതെടുത്ത് പറയേണ്ടതാണ്. കാരണം ചാട്ടുളി എറിഞ്ഞിങ്ങനെ മീനിനെ പിടിക്കുക, മറ്റ് ചില ജീവികളൊക്കെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാട്ടുളി പോലെ എഴുതി പിടിപ്പിക്കുക, എറിഞ്ഞു പിടിപ്പിക്കുക എന്ന് പറയും. അതുപോലുള്ള കണ്ണാണ്, അത്ര മൂർച്ചയേറിയ നോട്ടമാണ് എന്ന് പറയുന്നത്. രാഗിണിയാണ് ഈ കഥാപാത്രം, സുലേഖ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു കണ്ണുകൾ ഇങ്ങനെ പെട്ടയ്ക്കുന്നത് കാണിക്കുമല്ലോ, കണ്ണിങ്ങനെ അടച്ചടച്ചടച്ച് കാണിക്കും. ഇന്നത്തെ നൃത്തങ്ങളിലുമൊക്കെ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. നർത്തകിയും കൂടെ ആയിരുന്നല്ലോ രാഗിണി. അങ്ങനെ ആ ചാട്ടുളി പോലുള്ള നോട്ടമുള്ള ആ പെണ്ണ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ഒരു ഗ്രാമീണ നിഷ്കളങ്ക സുന്ദരിയെ അവതരിപ്പിക്കുവാൻ വേറെ പ്രതീകങ്ങളൊന്നും വേണ്ടല്ലോ. ബാപ്പുവിൻ്റെ മനസ്സിലുള്ള ആ നൈർമല്യം മുഴുവൻ ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. ആർക്കും മനസ്സിലാകാത്ത കടുകട്ടി സാഹിത്യമൊന്നും ഇതിലില്ല. ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ഇംഗിതങ്ങൾ, അവൻ്റെ പ്രണയാഭിലാഷങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാക്കുകളിലൂടെ ആയിരിക്കുമല്ലോ പുറത്തു വരിക. അതിനെ സൗന്ദര്യാത്മകമായി എടുത്തവതരിപ്പിക്കുവാൻ ഭാസ്കരൻ മാസ്റ്റർക്ക് അപാരമായ കഴിവുമുണ്ട്. കേരളീയ ബിംബങ്ങളുടെ ധാരാളിത്തം കൊണ്ട് സമ്പന്നമാണ് ഭാസ്കരൻ മാസ്റ്ററുടെ രചന എന്ന് നമുക്ക് പറയാം. അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാം. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ, കല്ലുവെട്ടാൻ കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ. തൻ്റെ പ്രണയിനിയെക്കുറിച്ച് പറയുമ്പോൾ ബാപ്പു അല്പം വാചാലനാകുന്നുണ്ട്. ആകണമല്ലോ, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാണല്ലോ. അതിനെക്കുറിച്ചാണല്ലോ കൂട്ടുകാരനോട് അവൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പെരുന്നാൾ ദിവസങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. നാട്ടിൻപുറത്തെ ആഘോഷങ്ങളെല്ലാം അങ്ങനെയാണല്ലോ അവൻ അനുഭവപ്പെടുക. അങ്ങനെ വലിയ പെരുന്നാൾ വന്ന ഒരു നാളിലെ അനുഭവമാണ് അവൻ പറയുന്നത്. വലിയ പെരുന്നാൾ ബക്രീദാണ്. അബ്രഹാം നബിയെ അല്ലാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടി മകനെ ബലിയായി ആവശ്യപ്പെടുകയും അവൻ്റെ ത്യാഗ നിർഭരത അറിയുന്നതിന് വേണ്ടി, അങ്ങനെ ത്യാഗിയായ അല്ലാഹുവിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുന്ന അബ്രഹാം നബിയുടെ ത്യാഗസന്നദ്ധതയാണ് വലിയ പെരുന്നാളിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. പക്ഷെ നാട്ടുപുറത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറച്ച് തുണികളൊക്കെ വാങ്ങും, ബന്ധുക്കൾക്കെല്ലാം കൊടുക്കും, കുറച്ച് കരിവളകളോ സുറുമയൊക്കെ വാങ്ങിക്കും, മൈലാഞ്ചിയൊക്കെ ഇടും. അങ്ങനെയാണല്ലോ നാട്ടിൻപുറത്തെ സന്തോഷങ്ങളെല്ലാം കടന്നു പോകുന്നത് ഹൃദയസ്പർശിയായി. അങ്ങനെ ഒരു വലിയ പെരുന്നാൾ രാത്രിയിൽ വെള്ളി നിലാവുള്ള ദിവസമായിരുന്നു അന്ന്. നല്ല നിലാവ് പൊഴിയുന്ന ആ രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കപ്പുറം നിന്നുകൊണ്ട്, കല്ലുവെട്ടാങ്കുഴി എന്ന് പറഞ്ഞ നാട്ടിൻപുറത്ത് കാണാറുള്ള ചെങ്കല്ല് വെട്ടി വിൽക്കുന്ന കല്ലുവെട്ടാങ്കുഴിയാണ്. രാത്രിയിലൊക്കെ പരിചയമില്ലാത്തൊരു പോയാൽ ചിലപ്പോൾ അത് വീണു. അങ്ങനെയുള്ള കല്ലുവെട്ടാങ്കുഴിക്ക് അക്കരെ വെച്ച് അവൾ എന്നോട് ഉള്ളു തുറന്ന ദിവസമാണ്. ഉള്ളു തുറന്നു എന്ന് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് തൻ്റെ ഉള്ളിലെ പ്രണയം തുറന്ന് പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആനന്ദനിർഭരമായ ഗ്രാമീണ ഉല്ലാസ ദിനങ്ങളായിരുന്നിരിക്കുമല്ലോ. അതാണ് അവൻ പറയാൻ പോകുന്നത്. നീറുന്ന കണ്ണുമായി നിന്നെ കീനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും, നീറുന്ന കണ്ണുമായി നിന്നെ കീനാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും, ഓരോരോ തീവണ്ടിയോടി എത്തുമ്പോഴും ഓടുന്ന മുറ്റത്തു നീന്നും, ഓരോരോ തീവണ്ടിയോടി എത്തുമ്പോഴും ഓടുന്ന മുറ്റത്ത് നീയെന്നും. സുലേഖ ഉള്ളു തുറന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് പ്രണയസല്ലാപങ്ങളുടെ ദിവസങ്ങളായിരുന്നിരിക്കുമല്ലോ. പക്ഷെ ഇന്ന് ദൂരെ കഴിയുമ്പോഴോ നീറുന്ന കണ്ണുമായി നിന്നെ കിനാവ് കണ്ട് ദൂരത്ത് വാഴുകയാണ് ഞാൻ ഇവിടെ എല്ലാ ദിവസവും. നിന്നെ കിനാവ് കാണുകയാണ്. കാരണം വിരഹം എന്നത് പ്രണയികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. അങ്ങനെ വിരഹം എന്ന വാക്ക് പോലും പറയാൻ ബാപ്പുവിന് അറിയില്ല, അതിനുള്ള വിദ്യാഭ്യാസമില്ല. അവൻ പച്ചയായ മലയാള ഭാഷയിൽ നീറുന്ന കണ്ണുമായിട്ട് നിന്നെ കിനാക്കണ്ട് ഞാനിങ്ങനെ ദൂരത്ത് വാഴുകയാണ്. എന്നാൽ നിന്റെ അവസ്ഥ എനിക്കറിയാം, നീ ഇതുപോലെ തന്നെയാണ്.
കാരണം ഞാനന്ന് തീവണ്ടി കയറി മദ്രാശിയിലേക്ക് പോകുന്നതിന് ശേഷം ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഓരോ ദിവസവും ആ സങ്കല്പത്തിൽ മുഴുകി ഓടിച്ചു നിൽക്കുകയാണ്. അവൾ തീവണ്ടി ഓരോന്നും ഓടി വരുമ്പോൾ ചെന്ന് നിൽക്കും. എൻ്റെ പ്രിയപ്പെട്ടവനായ ബാപ്പു വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അങ്ങനെ മുറ്റത്തോളം ഓടി നിൽക്കുകയാണ്. ഓടി ചെന്നിങ്ങനെ നോക്കി നിൽക്കും. തീവണ്ടിയിൽ വരുന്നില്ല. ആ സങ്കല്പങ്ങളിലെല്ലാം അവളുടെ ആ ആകാംക്ഷ അവൻ പ്രകടമാക്കുന്നുണ്ട്. അവിടേക്കാണ് അവൻ പോകാൻ വേണ്ടി എല്ലാം വാങ്ങിക്കാൻ ഒക്കെ പോകുന്നതും പിന്നീട് അതൊരു ദുരന്തമായി മാറുന്നതും ഒരിക്കലും ബാപ്പുവിന് നാട്ടിലേക്ക് പോകാൻ കഴിയാതെ പോകുന്നത്. ബാപ്പുവിൻ്റെ സുഹൃത്തായ വാസു അവൻ സംഭരിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളും ഉടഞ്ഞുപോയ കുപ്പിവളകൾക്ക് പകരം വേറെ കുപ്പിവള വാങ്ങി ഒക്കെ നാട്ടിലേക്ക് ചെന്ന് സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുന്ന അവസ്ഥ. സഹോദരന് ഒരു ഇക്കായെ കിട്ടി, ആ ഉമ്മാക്കൊരു മോനെ കിട്ടി വാസുവിലൂടെ. പക്ഷേ സുലേഖയ്ക്ക് എങ്ങനെ മറ്റൊരാളെ പകരം വെക്കാനാവില്ല. അവൾ അകത്തുകയറി വാതിലടച്ചു. ഇനി ഒരിക്കലും ആ വാതിൽ തുറക്കില്ല മറ്റൊരാൾക്ക് വേണ്ടി. വാസു എന്ന അന്യമതസ്ഥനായ ഒരാൾ ഈ കുടുംബത്തിൽ വന്ന് വിവാഹം നടത്തിക്കാൻ വേണ്ടി എല്ലാം ഒരുക്ക് കൂട്ടുമ്പോൾ അവിടുത്തെ ഗ്രാമവാസികളായ മത തീവ്രമായി മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരുത്തൻ അന്യജാതിക്കാരൻ വന്ന് നടത്തേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതിലൊക്കെ അപ്പുറമാണ് മനുഷ്യത്വമെന്നും മനുഷ്യ സ്നേഹമെന്നും. എന്നാൽ അതിലും അപ്പുറമാണ് പ്രണയം. അതൊരിക്കലും പകരം വെക്കാനാവില്ലെന്നും മറ്റൊരാൾക്കൊരിക്കലും തുറക്കാനാവാത്ത ആ ഹൃദയത്തിൻ്റെ വാതിലുകൾ അവൾ കൊട്ടിയടച്ചു എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചിത്രമാണ് തുറക്കാത്ത വാതിൽ. അത് ഇത്ര കാലം കഴിഞ്ഞെങ്കിലും ഈ പാട്ടിലൂടെ നമ്മൾ ആ ചിത്രം ഓർക്കുന്നു. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു നാലുകാലോല പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വേറെ മനോഹരങ്ങളായ പാട്ടുകളുണ്ട് അതിൽ. ആ ചിത്രം വീണ്ടും കാണുന്നത് തീർച്ചയായും നന്നായിരിക്കും. ആ പാട്ടിനെ അത്രമാത്രം ഹൃദയത്തിൽ ഏറ്റി മലയാളികൾ. ഏത് പ്രവാസിയുടെയും അന്തരാത്മാവ് തുടിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ ആർക്കും ഒരു സംശയത്തിനും ഇടവരാത്ത വരികൾ, ഒരു നിഗൂഢാർത്ഥങ്ങളും ഇല്ലാത്ത ലളിതസുന്ദരമായ വരികൾ. അത് ഭാസ്കര മാഷയുടെ ജീവിത പ്രകൃതമാണെന്ന് നമ്മൾ വിചാരിക്കുക. അത്ര നിഷ്കളങ്കമായി ജീവിച്ച ആളാണ്. അത്ര ഗ്രാമീണതയുമായി ഇടപഴകി കഴിഞ്ഞിരുന്ന ആളാണ്. രചനകളിലെല്ലാം ആ നൈർമല്യം തുടിച്ചു നിന്നിരുന്ന ഒരു കവിത്വ സിദ്ധിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഭാസ്കര മാഷെ പ്രണാമങ്ങളോടെ നമുക്ക് ഓർക്കാം. പിന്നെ ഇതിനകത്തെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന രാഘവൻ മാസ്റ്റർ അയത്ന ലളിതമായി ഏതൊരാൾക്കും പാടാവുന്ന തരത്തിൽ, ഒരു വലിയ സംഗീതജ്ഞനൊന്നും ആവണമെന്നില്ല, സംഗീതത്തെക്കുറിച്ച് അധികം അറിയണമെന്നുമില്ല, സംഗീതത്തിൻ്റെ അഗാധമായ തലങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല, അതിൻ്റെ ഈണമോ അതിൻ്റെ ഉയർച്ച കാഴ്ചകളോ ഒന്നും ഏതൊരു സാധാരണക്കാരനും പാടാൻ പറ്റുന്ന തരത്തിൽ ആണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ബുൾബുൾ എന്ന ആ ഉപകരണം വാസു അതിൽ വായിക്കുന്നുണ്ട്. നാട്ടിൻപുറത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ സാധാരണമായ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ഒരു കാലത്ത്. വലിയ വലിയ സങ്കീർണങ്ങളായ ഉപകരണങ്ങൾ വന്നതോടുകൂടി കാലഹരണപ്പെട്ടു പോയ ബുൾബുൾ ഇപ്പോഴും കൗതുകത്തോടെ സൂക്ഷിക്കുന്ന ചില പഴമനസ്സുകളുണ്ട് എന്ന് നമുക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല, സാധാരണ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മുഴുവൻ ഛായ ഈ പാട്ടിന് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു അന്തർധാരയായി രാഘവൻ മാസ്റ്റർ ഇതിലൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൻ്റെ അംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉപകരിക്കത്തക്ക പദ്ധത്തിലാണ് ഈ ബുൾബുളിനെ പിയാനോയുടെ ബെൽസ് പോലെ അല്ലെങ്കിൽ സന്തൂറിൻ്റെ മണികൾ പോലെ ഒക്കെ ഈ മാപ്പിളപ്പാട്ടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ജലതരംഗത്തിൻ്റെ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനെ പോകുന്ന ഉപകരണങ്ങളുടെ മാൻഡലിൻ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ സമാനമായി അല്ലെങ്കിൽ അതിനൊക്കെ പകരം വയ്ക്കാവുന്ന തരത്തിൽ ഈ നാടൻ രചനയിൽ നാടൻ പാട്ടിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആ ബുൾബുൾ ഉൾച്ചേർത്തപ്പോൾ അതിൻ്റെ സൗന്ദര്യം വേറെയാണ്. ഇതിലെ പാട്ട് വരികൾ പാടുന്ന സമയത്ത് തബല ഉപയോഗിക്കുന്നെങ്കിലും അതിന് ഇടയിൽ വരുന്ന ബീജിയം
ഭാഗങ്ങളെല്ലാം ആ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഛായ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചാവണം വളരെ ലളിതമായ അതിനകത്ത് ദഫ് പോലെയുള്ള ചില ഡ്രംസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സൂക്ഷ്മമായി കേട്ടാലേ മനസ്സിലാവുള്ളൂ. ബാക്കി ചില പുല്ലാങ്കുഴലിലേക്ക് ചില ബിറ്റുകളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നാടൻ ലാളിത്യത്തിൽ നിന്ന് ഒട്ടും വിട്ടകന്നു പോകാത്ത തരത്തിലുള്ള സംഗീത സംവിധാനമാണ് നിർവഹിച്ചിരിക്കുന്നത്. യേശുദാസിന്റെ ശബ്ദം ഏത് തരം പാട്ടുകൾക്കും വഴങ്ങുന്നതുമാണല്ലോ. നാടോടി ഗീതമാണെങ്കിലും പ്രണയമാണെങ്കിലും അതിനകത്തെ നിഷ്കളങ്കതയാണെങ്കിലും ശാസ്ത്രീയ സംഗീതം ക്ലാസിക്കലായിട്ട് പാടേണ്ട അവസ്ഥയാണ്. ഏതിനും വഴങ്ങുന്ന ഒരു ഗായകൻ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്ന് അവതരിച്ചു എന്ന് പറയുന്നത് പോലെ അത്രയും ശ്രേഷ്ഠനായ ഒരു ഗായകന്റെ സാന്നിധ്യത്തെ രാഘവ മാഷ് സമർത്ഥമായി ഉപയോഗിക്കുന്നു ഈ പാട്ടിൽ. എന്തായാലും കേരളം എന്ന് മനസ്സിലേക്ക് വരുന്നതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പാട്ട്, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, എൻ്റെ വേരുകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഈ മണ്ണിലേക്ക് ആഴ്ന്നു എൻ്റെ വ്യക്തിസത്തയുടെ വേരുകൾ പടർന്നു നിൽക്കുന്നു എന്ന് ഓർമ്മിക്കുവാൻ വല്ലപ്പോഴുമെങ്കിലൊക്കെ ഈ പാട്ട് ഒന്ന് മുഴുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അടുത്ത പാട്ടുമായി ഇനി വേറൊരു അധ്യായം നമുക്ക് കാണാം. അതുവരെ വിടാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതുപോലെയുള്ള മധുരതരങ്ങളായ ഗാനങ്ങളുമായി സല്ലപിച്ചിരിക്കാം.